ചങ്കിലക്കാക്കി ഭാഗം 13. അവളോടൊപ്പം ആ കായൽക്കരയിൽ ഇരിക്കുമ്പോൾ ഞാൻ അറിയുകയായിരുന്നു, അത്രമേൽ എനിക്ക് പ്രിയപ്പെട്ടതായി അവൾ മാറിയിരിക്കുന്നു. അകന്നിരിക്കുകയാണെങ്കിലും ഞങ്ങളുടെ മനസ്സും ഒരുപോലെ ആ കായലിന്റെ ഓളങ്ങൾക്കൊത്ത് ഒരേ ദിശയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായി തോന്നി. പലപ്പോഴും എന്നെ നോക്കുന്നവളുടെ കണ്ണിൽ നിറച്ചും പ്രണയമായിരുന്നു. എത്ര ശക്തിയോടെ അവൾ മറയ്ക്കാൻ ശ്രമിച്ചിട്ടും അത് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഞാൻ നോക്കുമ്പോൾ ചുവക്കുന്ന ആ കവിളുകൾ പോലും എന്നിൽ നിറച്ചത് സന്തോഷം മാത്രമാണ്. ആമ്പൽപ്പൂക്കളെ കൊതിയോടെ നോക്കുന്നവൾക്ക് ഞാനും നൽകി കുറച്ച് ആമ്പൽപ്പൂക്കൾ. മുട്ടുവരെ പാന്റ് കയറ്റി വെച്ച് ഇറങ്ങി പറിച്ചു കൊടുക്കുമ്പോൾ ആ കണ്ണുകൾ നിറച്ചും കൗതുകമായിരുന്നു. 1-2 തുള്ളികൾ മേലിൽ വീണപ്പോൾ മഴ വരുന്നു എന്ന് അവൾ എന്നെ നോക്കി പറഞ്ഞു. വൈകിക്ക് മഴയും പേടിയാണോ? അവൾ എന്നെ നോക്കി ചിരിച്ചു. ഇല്ല, ഒരുപാട് ഇഷ്ടമാണ്. നനയാൻ കൊതിയാണ്. ഒരുപാട് നനഞ്ഞിട്ടുമുണ്ട്. നനഞ്ഞോണ്ട് ബൈക്ക് ഓടിച്ചിട്ടുണ്ടോ? എന്റെ കണ്ണിലേക്ക് അത്ഭുതത്തോടെ നോക്കുന്നവളെ തഴുകി മഴത്തുള്ളികൾ ഒഴുകി. ആകാശത്തേക്ക് നോക്കി ആ മഴത്തുള്ളികൾ ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഒരിക്കൽ വരണ്ട എന്നിലെ പ്രണയം ഇന്ന് പൂർവാധികം ശക്തിയോടെ ആഴത്തിൽ എന്നിലേക്ക് വേരൂന്നിയിരിക്കുന്നു, എന്റെ വൈകാശിക്ക് വേണ്ടി. മഴയത്ത് അർജുനേട്ടനോടൊപ്പം വീട്ടിലേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം അതായിരുന്നു. അല്ലെങ്കിലും എന്റെ വിവാഹദിനം തൊട്ടുള്ള ദിവസങ്ങളെല്ലാം ഓരോന്നും ഏറെ നിറങ്ങൾ നിറഞ്ഞതായിരുന്നു. ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത, രുചിക്കാത്ത ഭാവങ്ങൾ എന്റെ ജീവിതത്തിന് നൽകിയ നാളുകൾ. അധികം ബൈക്കിൽ കയറി ശീലമില്ലാത്ത കൊണ്ടും സാരി ആയതുകൊണ്ടും ഒരു ഭാഗത്ത് മാത്രം കാലുകൾ ഇട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ തെന്നി പോകുന്നുണ്ടായിരുന്നു. വീഴുമോ എന്ന ഭയം ഇല്ലാതില്ല. എന്നാലും ഞാൻ കഷ്ടപ്പെട്ടൊരു സ്വപ്നം എന്ന പോലെ ഇരുന്നു. അപ്പോഴേക്കും അർജുനേട്ടൻ ബൈക്ക് മെല്ലെ ഒതുക്കി നിർത്തി പിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അതേ വൈകാശി, ഈ മഴയിൽ നനഞ്ഞ് ഇങ്ങനെ പോയാ നീ വല്ല റോഡിലും കിടക്കും. ടീച്ചറമ്മ വീട്ടിൽ പോലും കയറ്റില്ല. അതുകൊണ്ട് നല്ലതുപോലെ പിടിച്ചിരുന്നേ. അർജുനേട്ടന് ചേർന്നിരിക്കുമ്പോൾ എന്റെ കവിളുകൾ ചുവക്കുന്നതും എന്റെ ചൊടിയിൽ വിരിയുന്ന ചിരിയും അർജുനേട്ടൻ കാണാതിരിക്കാൻ ഞാൻ ഒളിച്ചുകളി നടത്തിക്കൊണ്ടിരുന്നു. തോൽക്കുകയാണ് എന്ന അറിവോടുകൂടി. വൈകാലക്ഷ്മി എന്ന ഞാൻ, ഏകാഗിയായ മനസ്സുകൊണ്ട് ജീവിച്ചിരുന്ന ഞാൻ, ഇന്ന് മറ്റൊരാളിലേക്ക് ലയിക്കാൻ വെമ്പൽ കൊള്ളുന്നു. തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മ അക്ഷമയോടെ പുറത്തിരിപ്പുണ്ടായിരുന്നു. നനഞ്ഞു കുളിച്ചു വന്ന ഞങ്ങളെ കണ്ട് വേഗം അകത്തേക്ക് ഓടി ഒരു തോർത്തെടുത്തു കൊണ്ടുവന്നു. ഇതെന്താ നനഞ്ഞത്? ബൈക്കില് റെയിൻകോട്ടുണ്ടല്ലോ. അമ്മ അർജുനേട്ടനെ നോക്കി ചോദിച്ചു. അർജുനേട്ടൻ എന്നെ നോക്കി ചെറുചിരിയോടെ കണ്ണു ചിമ്മി. മഴയത്ത് ഒതുങ്ങി നിൽക്കായിരുന്നില്ലേ? വെറുതെ നനഞ്ഞു അസുഖം വരുത്താൻ. ഈ കുട്ടിയുടെ പണിയാവും. ആരും ചെയ്യാത്തത് ചെയ്യാനാണല്ലോ അവൾക്കിഷ്ടം. ആരംഭിച്ചില്ലേ അമ്മ? രാവിലത്തെ ദേഷ്യവും കൂടി ചേർത്ത് തന്നു. എനിക്ക് അമ്മയോട് ഒന്നും പറയാൻ തോന്നിയില്ല. ഒറ്റ നോട്ടത്തിൽ അമ്മയോട് ഇടപെട്ടാൽ അമ്മയുടെ കുഴപ്പം കൊണ്ടാണ് അച്ഛൻ പോയതെന്നേ ആർക്കും തോന്നുമായിരുന്നുള്ളൂ. എനിക്കും. എന്നാൽ എല്ലാ രീതിയിലും വഞ്ചിക്കപ്പെട്ട ഒരു സാധുവാണെന്ന് നോക്കുമ്പോൾ ഈ ദേഷ്യവും ബഹളത്തിലും ഒന്നുമില്ല എന്ന് തോന്നുന്നു. അമ്മ കരുതലോടെ സ്നേഹത്തോടെ അർജുനേട്ടനെ തോർത്തിക്കൊടുക്കുന്നത് ഞാൻ കൊതിയോടെ നോക്കി നിന്നു. അറപ്പോടെ കുഞ്ഞിലെപ്പോഴോ ചെറിയമ്മ തോർത്തി തന്ന നാളുകൾ. തല വേദനിക്കുന്ന പോലെ തോർത്തി തരുമ്പോൾ പേടിച്ചിട്ട് പിന്നെ ഞാൻ പോവില്ലായിരുന്നു. വൃന്ദയ്ക്കും ഇന്ദുവിനും കരുതലോടെ ഇതുപോലെ തോർത്തിക്കൊടുക്കുന്നത് ഞാൻ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായി. എത്ര നനഞ്ഞാലും പനി വരില്ല. എനിക്കിന്നും ഒരു മാറ്റവും ഇല്ല. മറ്റുള്ളവരുടെ അമ്മമാരെ കൊതിയോടെ നോക്കി നിൽക്കാൻ തന്നെ. എത്ര മനസ്സിനോട് പറഞ്ഞാലും ഇങ്ങനെ. നോക്കി നിൽക്കാതെ തല തോർത്തി പിന്നിൽ പോയി വസ്ത്രം മാറു കുട്ടി. എന്റെ നേരെ ഒരു തോർത്ത് നൽകിക്കൊണ്ട് അമ്മ പറഞ്ഞു. നിന്നോടും കൂടിയാ. അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി. ഞാൻ അമ്മ പോയ വഴിക്ക് നോക്കി നിന്നു. രാത്രിയിൽ ഞാൻ പിന്നിലെ കുളിമുറിയിൽ പോകാറില്ല. അവിടെ കുഞ്ഞൂട്ടൻ വരാറുണ്ട്. പെട്ടെന്ന് അർജുനേട്ടൻ എനിക്ക് തല തോർത്തി തന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രവൃത്തിയായതുകൊണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ കൗതുകത്തോടെ അർജുനേട്ടനെ നോക്കി. ഒരിക്കലും അച്ഛൻ പോലും എനിക്ക് തല തോർത്തി തന്നിട്ടില്ല. അർജുനേട്ടൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നില്ല. കരുതലോടെ എന്താ തല തോർത്താത്തേ എന്ന് ചോദിക്കുന്ന അർജുനേട്ടനെ ഞാൻ കണ്ണെടുക്കാതെ ആ മുഖത്തേക്ക് നോക്കി നിന്നു. ഞാൻ അന്ന് അറിയുകയായിരുന്നു, ഞാൻ ബന്ധിക്കപ്പെടുകയാണ് ഈ കാക്കിയിൽ, ഒരിക്കലും അകലാനാവാത്ത വിധം. ആ ചിന്ത എന്നിൽ വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി. ആ ശ്വാസം എന്റെ നെറുകയും കവിളും തഴുകുമ്പോൾ ഞാൻ വിറയ്ക്കുകയായിരുന്നു. എനിക്ക് തല പെരുക്കുന്നത് പോലെ തോന്നിയിരുന്നു. യാന്ത്രികമായി തന്നെ ഞാൻ ശക്തിയായി അർജുനേട്ടനെ തള്ളിമാറ്റി. ആ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ ഞാൻ ഗോവണി കയറി മുകളിലേക്ക് ഓടി വാതിലടച്ചു. ഞാൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്നെ തള്ളിമാറ്റി ഓടിപ്പോയളെ പിന്നെ ഒരുപാട് നേരം കണ്ടിരുന്നില്ല. ശക്തിയായി തള്ളിമാറ്റിയപ്പോൾ ഞാൻ അറിയുകയായിരുന്നു അവളുടെ മാറ്റത്തെ. ഇന്ന് രാവിലെയും അങ്ങനെയായിരുന്നു. എത്ര തള്ളിമാറ്റിയാലും ഒളിപ്പിച്ചാലും ആ മനസ്സ് ആ കണ്ണുകളിൽ വ്യക്തമാണ്. എന്നെ നോക്കുന്ന ഓരോ നോട്ടത്തിലും ഞാൻ ആ പ്രണയം അറിയുകയാണ്. പിന്നിൽ പോയി കുളിച്ച് വേഷം മാറി വന്നിട്ടും അവൾ വന്നില്ല. ഒടുവിൽ ഗോവണിയിൽ നിറച്ച് വെള്ളമായി എന്ന് പറഞ്ഞ് അമ്മ ബഹളമുണ്ടാക്കിയപ്പോൾ അവൾ വന്ന് വൃത്തിയാക്കുന്നത് കണ്ടു. ഭക്ഷണം കഴിക്കുമ്പോഴും ഞാൻ അവളെ നോക്കിയിരുന്നില്ല.
അവൾ രുദ്രയോട് എന്തൊക്കെയോ സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നെ നോക്കുന്നത് എനിക്കറിയാമായിരുന്നു. രാത്രിയിൽ ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ കണ്ടു എന്നെയും കാത്തിരിക്കുന്നവളെ. ഞാൻ മൊബൈൽ ചാർജിനുമിട്ട് കട്ടിലിൽ കയറി കിടന്നു. നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. നാളെ നേരത്തെ പോണമായിരുന്നു. ഇന്നലത്തെ ഉറക്കവും കൂടിയായപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. രാത്രി എപ്പോഴോ വൈകി എന്നെ ഉണർത്തി. എന്താ? വല്ലാത്ത മുഖഭാവത്തോടെ ചോദിക്കുന്നു. അർജുനേട്ടന് എന്നോട് സ്നേഹമുണ്ടോ? ഞാൻ സമയം നോക്കി. 3 മണിയായിരിക്കുന്നു. അവളുടെ മുഖത്ത് ഉറങ്ങിയ ഒരു ലക്ഷണവുമില്ല. എനിക്ക് കണ്ണുകൾ അടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ പൊന്നു വൈകാശി, ഒന്ന് കിടന്നുറങ്ങുമോ പ്ലീസ്? എനിക്ക് 6 മണിക്ക് അത്യാവശ്യമായിട്ട് ഇറങ്ങണം പ്ലീസ്. ഞാൻ കൈകൂപ്പി പറഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നുറങ്ങി. രാവിലെ ഉണരുമ്പോൾ കണ്ടു എന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്നവളെ. അതെനിക്ക് അത്ഭുതമായിരുന്നു. ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഒരു കട്ടിലായിരുന്നിട്ട് പോലും ഒരിക്കലും ഞങ്ങൾ അദൃശ്യമായ അതിരുകൾ കടന്നിട്ടില്ല. ഇന്ന് വൈക ഇങ്ങോട്ട് വന്ന് ചേർന്ന് കിടക്കുന്നു. ഒരു നേർത്ത ചിരിയോടെ അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്തു. രാവിലെ വേഗം ഒരുങ്ങിയിറങ്ങുമ്പോഴും വൈക ഉണർന്നിരുന്നില്ല. അമ്മ ചായ എനിക്ക് തരുമ്പോഴും അമർഷത്തോടെ മുകളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. തന്നിഷ്ടക്കാരിയാണ്. നേരത്തെ എഴുന്നേക്കണമെന്ന് എന്തെങ്കിലും ബോധമുണ്ടോ? അവൾക്ക് രാത്രി പഠിക്കാനുണ്ടായിരുന്നു, അതാ. അർത്ഥഗർഭമായി മൂളി അകത്തേക്ക് പോയി. അന്നത്തെ ദിവസം കുറച്ച് സമരക്കാരും വിദ്യാർത്ഥികളും മന്ത്രിപ്രമുഖന്മാരും കൊണ്ടുപോയി. രാത്രി ഏറെ വൈകിയാണ് എത്തിയിരുന്നത്. എല്ലാരും കിടന്നു. വൈക ഉണർന്നിരിപ്പുണ്ടായിരുന്നു. ഇത്രയും വൈകിയില്ലേ? കിടക്കാരുന്നില്ലേ വൈകാശി? എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ചോറ് വിളമ്പി. ഇയാളുടെ കുഞ്ഞൂട്ടനെങ്ങാനും വന്നാലോ? ഞാൻ ചിരിച്ചു. വന്നാലെന്താ, നിന്നെ നോക്കി അവിടെ എങ്ങാനും കിടന്നോളും. അയ്യടാ, എനിക്ക് പേടിയാവും. ഞാൻ ചിരിച്ചു. ഞാൻ ശരിക്കും ഭക്ഷണം കഴിച്ചിരുന്നു. എന്നാൽ എനിക്ക് വേണ്ടി വിളമ്പി കാത്തിരിക്കുന്നവളെ കണ്ടപ്പോൾ ഞാൻ ഒപ്പമിരുന്ന് കുറച്ച് കഴിച്ചു. എന്താ നേരത്തെ കഴിക്കാത്തത്? ഞാൻ കഴിച്ചു. കാത്തിരുന്ന് വീണ്ടും വിശന്നതായിരുന്നു. ചമ്മിയ ചിരിയോടെ അത് പറഞ്ഞവളെ നോക്കി ഞാൻ ചിരിച്ചു. അവൾ പാത്രങ്ങൾ ഒതുക്കുന്നതുവരെയും ഞാനും കാത്തിരുന്നു. അർജുനേട്ടൻ പോയി കിടന്നോളൂ, ഞാനിപ്പോ വരാം. വേണ്ട, അതുവരെ നീ പേടിച്ചു നിന്ന് കഴുകണ്ടേ, ഞാനിവിടെ ഇരിക്കാം. അവൾ എന്നെ നോക്കി ചിരിച്ചു. ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ചെറുതിലെ പേടിയാ. ചെറിയമ്മ എന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളൂന്നാ അച്ഛൻ കരുതിയത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇരുട്ടിനെ, രാത്രിയെ. ആകാശം എനിക്കിഷ്ടമാണ്. ആകാശവും നക്ഷത്രങ്ങളും മാത്രമേ എനിക്ക് രാത്രി കൂട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ സ്വസ്ഥമായി ഉറങ്ങിയത് ഹോസ്റ്റലിൽ വന്നതിൽ പിന്നെയാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴും. അവളുടെ വാക്കുകൾ എന്നിൽ എവിടെയോ വേദന സമ്മാനിച്ചു. തിരിച്ചു മുറിയിലേക്ക് വരുമ്പോൾ ഞാൻ മുഖപ്പിന്റെ മറുഭാഗത്തേക്ക് പോയി. എന്നെ നോക്കി മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്ന വൈകയെ ഞാൻ അടുത്തേക്ക് വിളിച്ചു. വാ, നമുക്ക് കുഞ്ഞുട്ടിനൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വരാം. ഇയാൾക്ക് വട്ടുണ്ടോ മനുഷ്യ? പേടിയോടെ വിളിച്ചു പറയുന്നവളെ നോക്കി ഞാൻ കുഞ്ഞുട്ടിനരികിലേക്ക് ചെന്നു. ഒരു നാൾ നിന്നെയും കൊണ്ട് ഞാൻ കുഞ്ഞുട്ടിനരികിൽ വരും വൈകാശി. ദിവസങ്ങൾ കടന്നുപോയി. വൈക പലപ്പോഴും രാത്രി ഉറങ്ങാറില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു. നേരം വെളുക്കുമ്പോൾ അവൾ എന്റെ നെഞ്ചോട് ചേർന്ന് കിടപ്പുണ്ടാവും. പിന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിലൊക്കെ വിളിക്കും. ഒന്നിനുമല്ല, വെറുതെ ഭക്ഷണം കഴിച്ചോ, എപ്പോ വരും, ഇതൊക്കെയുള്ളൂ. എങ്കിലും ഏത് തിരക്കിനിടയിലും ഞാൻ ആ കോളുകൾ നഷ്ടപ്പെടുത്താറില്ല. ഫൈസി ഒന്ന് കാണണമെന്ന് കരുതിയെങ്കിലും എനിക്കും തിരക്കിന്റെ ദിവസങ്ങളായിരുന്നു. ഞാൻ വിചാരിക്കുന്ന സമയത്ത് വീട്ടിൽ പോലും വരാൻ കഴിയാത്ത അവസ്ഥ. ഒടുവിൽ സമയം കണ്ടെത്തി അവനെ കണ്ടു. വൈകയുടെ ഉറക്കക്കുറവിന്റെ കാര്യവും മാറ്റങ്ങളും പറഞ്ഞു. അപ്പോ അജു, ഇനി നിനക്കാണ് മാറ്റങ്ങൾ വേണ്ടത്. നീ വൈകയെ ഒരു സാധാരണ പെൺകുട്ടിയായി കണ്ടാ മതി, അത്രേ ഉള്ളൂ. ഞാൻ അവനെ സംശയത്തോടെ നോക്കി. ഡാ അജു, ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയാ ഒന്ന് കെട്ടിപ്പിടിച്ചോ. ഇഷ്ടാ? വേണമെങ്കിൽ ഒരു കിസ് അടിച്ചോ. ഒരു കണ്ണിറുക്കി പറയുന്നവനെ നോക്കി ഞാൻ ചിരിച്ചു. ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവൾ വല്ലാതെ പാനിക്കാവുകയാണ് ഫൈസി. വല്ലാതെ വിയർത്തും കിതച്ചും വല്ലാത്തൊരവസ്ഥ. ആ കണ്ണുകളിൽ നിറച്ചും ഭയവും ഒരു വല്ലാത്ത അവസ്ഥയാണ്. അന്നേരം കൈകൾക്ക് നല്ല ശക്തിയുമാണ്. ഫൈസി എന്നെ കേട്ടുകൊണ്ട് വിദൂരതയിലേക്ക് നോക്കി. ഐ നോ അജു, അതൊക്കെ മാറണ്ടേ? നിന്റെ വൈകയ്ക്ക് നല്ല ഭാര്യയാവണ്ടേ? നിങ്ങൾക്കും ജീവിക്കണ്ടേ എല്ലാരെയും പോലെ? അവന്റെ വാക്കുകൾക്ക് തലയാട്ടുമ്പോഴും ഭ്രാന്തമായി ചലിക്കുന്ന വൈകയുടെ കണ്ണുകളും വിറയ്ക്കുന്ന അധരങ്ങളുമായിരുന്നു മനസ്സിൽ. ചിലപ്പോ അവൾ അത്രയ്ക്ക് റിയാക്ട് ചെയ്യില്ല. നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സ്വയം തയ്യാറായിട്ടുണ്ടാവും. ലെറ്റസ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. അന്ന് ഫൈസിയെ കണ്ടുവന്നതിൽ പിന്നെ ഞാൻ വൈകയിൽ നിന്നും കുറച്ച് മാറിയാണ് നടന്നിരുന്നത്. കാരണം എന്താണെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. ചിലപ്പോ ഇപ്പോഴുള്ള ഈ വൈകാശി കൂടി നഷ്ടപ്പെടുത്തേണ്ടി വരുമോ എന്ന ഭയമായിരിക്കാം. ഒടുവിൽ ഒരു രാത്രി അവൾ തന്നെ ചോദിച്ചു, അർജുനേട്ടന് എന്നോട് പിണക്കെന്തെങ്കിലും ഉണ്ടോ? എന്നോടെന്തോ അകലം ഉള്ളതുപോലെ. ഞാൻ അവളെ നോക്കി. അകലാൻ നമ്മൾ അടുത്തിട്ടില്ലല്ലോ വൈക. എന്തോ അരുതാത്തത് കേട്ട പോലെ അവൾ എന്നെ നോക്കി. അർജുനേട്ടന് എന്നോട് ഒരു അടുപ്പവും തോന്നുന്നില്ല?
നിനക്കെന്നോട് അടുപ്പം തോന്നുന്നോ? അവൾ നിശബ്ദയായിരുന്നു. എന്നാൽ ആ കണ്ണുകൾ എന്നിലായിരുന്നു. എന്നോട് അടുപ്പം തോന്നുമെങ്കിൽ വാ, നമുക്ക് കുഞ്ഞോട്ടിനെ കണ്ടിട്ട് വരാം. ഇപ്പോൾ ശരിക്കും അവളുടെ കിളിപോയി നിൽപ്പുണ്ട്. വാ. ഞാൻ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവളെ വിളിച്ചു. ശില പോലെ അവിടെ നിൽപ്പുണ്ട്. അപ്പോ നിനക്കില്ലാത്ത അടുപ്പവും സ്നേഹവും ആണോ വൈകാശി എനിക്കുണ്ടോയെന്ന് ചോദിക്കുന്നേ? തിരിഞ്ഞ് അവളോട് ഇത് ചോദിക്കുമ്പോഴും ആ നിൽപ്പ് തന്നെയായിരുന്നു. എനിക്ക് അതിനെ പേടിയാണ് അർജുനേട്ടാ. നിസ്സഹായതയോടെ പറയുന്നവളെ നോക്കി ഞാൻ മുന്നോട്ട് നടന്നു. മെല്ലെയാണ് ചുവടുകൾ വെച്ചത്. മനസ്സുകൊണ്ട് ആശിച്ചിരുന്നു അവളും പിന്നിൽ നിന്ന് വരാൻ. ഈ ഭയത്തിന്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ച് എനിക്കരികിലേക്ക് അവൾ വന്നിരുന്നുവെങ്കിൽ. മുഖപ്പിന്റെ കോണിലെത്തി. കുഞ്ഞൂട്ടൻ തല വെളിയിലിട്ട് നോക്കുകയും ചെയ്തു. പ്രതീക്ഷയോടെ തിരിഞ്ഞുവെങ്കിലും അവൾ വന്നിരുന്നില്ല. അവിടെ നിന്നും പുറത്തേക്ക് നോക്കി നിന്നു. മുഖപ്പിലേക്ക് ചാഞ്ഞു കിടക്കുന്ന പുളിമരവും അതിലെ കിളിക്കൂടും നിശബ്ദമുറങ്ങുന്ന കുഞ്ഞിക്കിളികളെയും നോക്കി നിന്നു. വൈക വരുമെന്ന് മനസ്സ് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഫൈസി പറഞ്ഞതുപോലെ ഞാൻ കെട്ടിപ്പിടിച്ച് കൊളാക്കേണ്ടി വരുമോ ഈശ്വരാ? എന്തോ ചലനം കേട്ട് നോക്കിയപ്പോൾ കണ്ടു ഇടനാഴിയിൽ കൂടെ കൈ രണ്ടും പിണച്ചു കെട്ടി കണ്ണും പൂട്ടി വേഗത്തിൽ നടന്നു വരുന്നവളെ. ആ വരവ് കണ്ടപ്പോൾ ശരിക്കും എന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ഭയത്താൽ മുങ്ങിത്താഴുന്ന അവളുടെ മനസ്സിനെ കടിഞ്ഞാണിട്ട് അവൾ എത്രയെങ്കിലും മുന്നോട്ട് വന്നിരിക്കുന്നു. വേഗത്തിൽ എന്റെ അടുത്തേക്ക് വന്നിട്ട് അതേ വേഗതയിൽ എന്റെ കയ്യിൽ വലിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടോ ഞാൻ വന്നില്ലേ? ഇപ്പോഴോ? വാ അർജുനേട്ടാ, പോവാം. ഞാൻ അവളെ ഇടുപ്പിലൂടെ കൈ ചേർത്ത് നിർത്തി. കുഞ്ഞൂട്ടിനെ കണ്ടിട്ട് പോവാന്നല്ലേ പറഞ്ഞേ? കണ്ണ് വീണ്ടും ഇറുക്കി അടച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കതിനെ കാണണ്ട മനുഷ്യ. ഞാൻ അവളെ എന്നോട് ചേർത്ത് നിർത്തി. ഞാൻ അവളുടെ ചെവിയിൽ പറഞ്ഞു, ഇപ്പോ നമ്മൾ അകന്നാണോ അടുത്താണോ വൈകാശി? എന്റെ വയറിലൂടെ ബലമായി കൈ ചേർത്ത് പിടിച്ചിരിക്കുന്ന അർജുനേട്ടന്റെ ശരീരത്തിന്റെ ചൂട് എന്നിലും ചേരുന്നു. ഞാൻ അർജുനേട്ടനെ നോക്കി. ഇപ്പോ നീ പാനിക് ആവുന്നില്ലല്ലോ വൈക? വിറയ്ക്കുന്നില്ലല്ലോ? എന്നെ തള്ളി മാറ്റുന്നില്ല, വിറയ്ക്കുന്നില്ല. നിന്റെ കണ്ണുകളിൽ വെപ്രാളമില്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ യാന്ത്രികമായി ഇല്ല എന്ന് തലയാട്ടി. കാരണം ഇപ്പൊ നിന്റെ മനസ്സിൽ ഞാനും ഈ കുഞ്ഞൂട്ടനും മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല. നിന്നെ വേട്ടയാടുന്ന ഓർമ്മകളില്ല, ചിന്തകളില്ല, ഒന്നുമില്ല. പക്ഷേ ഇതുപോലെ ഞാൻ നിന്നെ വേറെ എവിടെ വെച്ച് ചേർത്ത് പിടിച്ചാലും നീ ബഹളം കൂട്ടുമായിരുന്നു. നമുക്കിടയില് നമ്മൾ മാത്രം മതി വൈക. നിന്റെ ഓർമ്മകളും ഭയവും എല്ലാം ഓടിച്ചുവിടൂ. എനിക്ക് നിന്നെ ഇതുപോലെ ചേർത്ത് പിടിക്കണം എപ്പോഴും. ഈ അധരങ്ങൾ കവരാനും എനിക്ക് തോന്നാറുണ്ട്, ഇപ്പോഴും തോന്നുന്നു. എന്നോടൊന്ന് ചേർന്ന് കിടക്കാൻ നീയും രാത്രിയെയും എന്റെ ഉറക്കത്തെയും കൂട്ടുപിടിക്കുന്നില്ലേ? എന്തിനാ അത്? നമുക്കും ജീവിക്കണം എല്ലാരെയും പോലെ. എന്തിനെയാണ് നീ ഭയക്കുന്നത്? എന്നെയാണോ? നീ ആഗ്രഹിക്കാതെ ഞാൻ നിന്നെ ഒന്ന് തൊടുക പോലുമില്ല. എന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ പോലും അറിയാതെ, ആഗ്രഹിക്കാതെ എന്റെ കൈകൾ ആ നെഞ്ചിൽ തള്ളി മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അർജുനേട്ടൻ എന്നെ നോക്കി. ആ കിളിക്കൂട് കണ്ടോ നീ? എന്റെ ഇടതുഭാഗത്തേക്ക് കൈചൂണ്ടി പറഞ്ഞു. അപ്പോഴും ഞാൻ അർജുനേട്ടനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ എന്നെ വിട്ടു മാറി നിന്നു. എന്നെ നോക്കി ചെറുചിരിയോടെ വീണ്ടും ഇടതുഭാഗത്തേക്ക് കൈചൂണ്ടി. ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയതും ആ പാമ്പ് തല വെളിയിലിട്ട് നോക്കുന്നു. അവിടെ കിളിക്കൂടുമില്ല, ഒന്നുമില്ല. ഞാൻ ഭയന്ന് വീണ്ടും അർജുനേട്ടനോടൊപ്പം ചേർന്ന് നിന്നു. ഞാൻ അർജുനേട്ടനെ സംശയത്തോടെ നോക്കി. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഞാൻ കരുതി കുഞ്ഞൂട്ടിനെ കാണുമ്പോൾ നീ നിലവിളിക്കുമെന്ന്. അതെനിക്കും അത്ഭുതമായിരുന്നു. ഞാൻ അത്ര ഭയന്നിരുന്നില്ല. തിരിച്ചു മുറിയിലേക്ക് വരുമ്പോഴും ഞാൻ അർജുനേട്ടനെ നോക്കിയില്ല. എന്റെ മനസ്സിൽ നിറച്ചും അർജുനേട്ടന്റെ വാക്കുകളായിരുന്നു. നേരം വെളുക്കുവോളം തിരിച്ചു മറിച്ചും ആ വാക്കുകളായിരുന്നു. എനിക്കും ജീവിക്കണം. രാത്രിയെ കൂട്ടുപിടിച്ച് അർജുനേട്ടനോടൊപ്പം ചേർന്ന് കിടന്നത്, സുഭദ്രയുടെ പേര് ചേർത്ത് അർജുനേട്ടന്റെ പേര് പറയുമ്പോൾ ദേഷ്യം വരുന്നത്. ഇല്ല, എനിക്കിനി ഒരു തിരിച്ചു പോക്കില്ല. എനിക്ക് അർജുനേട്ടനോടൊപ്പം ജീവിക്കണം. അർജുനേട്ടൻ അടുത്ത് വരുമ്പോൾ എനിക്കും അത് ആസ്വദിക്കണം. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഒരുങ്ങി. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് നുണ പറഞ്ഞു, ഒരാളോടൊഴികെ. എന്നെ ഇപ്പോൾ എന്നെക്കാളും അറിയുന്ന, മനസ്സിലാക്കുന്ന അർജുനേട്ടന് മുഖം കൊടുത്തില്ല. വേഗം ഇറങ്ങി കോളേജിലേക്ക് വന്നു. ലൈബ്രറിയിലിരുന്ന് ഒരുപാട് ആലോചിച്ചു. ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങി. ഒരു ഓട്ടോ പിടിച്ച് നേരെ വിട്ടു. പൂക്കളാലും പക്ഷികളാലും മനോഹരമായ ഫൈസിയുടെ സ്വർഗത്തിലേക്ക് വിറയലോടെ ഞാൻ ചുവടുകൾ വെച്ചു. തത്തിത്തത്തി നടക്കുന്ന അരയന്നങ്ങളെയും ചെടികളെയും പച്ചപ്പുൽമേടിനെയും പരിപാലിക്കുന്ന തോട്ടക്കാരനെയും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഫൈസിയെയും കണ്ടു. വിരയിലും പതർച്ചയും ശബ്ദത്തിലും മുഖത്തും വരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് ചുവടുകൾ വെച്ചു. ആളനക്കം കേട്ടിട്ടാകണം ഫൈസി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്നെ കണ്ട് ആ കണ്ണുകൾ വിടർന്നു. ചെറുചിരിയോടെ എനിക്കരികിലേക്ക് വന്നു. ഒറ്റയ്ക്കേ ഉള്ളൂ? അജു എവിടെ? ഞാൻ ചെറുചിരിയോടും ലേശം ചമ്മലോടെയും പറഞ്ഞു, ഞാനിവിടെ വന്നത് അർജുനേട്ടന് അറിയില്ല. എന്നെ വീക്ഷിക്കുന്ന ആ കണ്ണുകളിൽ ഒരു തിളക്കം ഞാൻ കണ്ടു. ഹാ, ഗുഡ്. എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. ഒരു നിമിഷം എന്ന് പറഞ്ഞ് ഫൈസി അകത്തേക്ക് പോയി.
അപ്പോഴും എന്റെ മനസ്സ് ആകുലപ്പെട്ടുകൊണ്ടിരുന്നു. എങ്ങനെ സംസാരിക്കണമെന്ന് ഞാനൊരു രൂപരേഖ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ തീക്ഷ്ണമായ കണ്ണുകൾക്ക് മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് ഞാൻ ഭയന്നു. എനിക്കെന്തോ പാനീയവുമായി ഫൈസി വന്നു. ഞാൻ വേഗം വാങ്ങി മുഴുവനും കുടിച്ചു. ഫൈസി എന്നെ തന്നെ നോക്കി സോഫയിലിരുന്നു. ഇവിടെ എങ്ങനെ തുടങ്ങുമെന്നറിയാതെ ഞാൻ പതറി. തുടരും. അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.